ഇപ്പോൾ ഇതാ കണ്ടോ, ചുറ്റിനും കണ്ടോ, കറക്റ്റായിട്ട് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇതെണ്ണം ഈ മുട്ടത്തോട് അത്ര എളുപ്പത്തിൽ ഈ ബോട്ടിൽ പിടിക്കുന്നതല്ല. ഹലോ, അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു ബോട്ടിൽ ആർട്ടുമായിട്ടാണ്. അപ്പോൾ നമ്മളുടെ ചാനലിൽ ഇതുവരെ ഞാൻ ബോട്ടിൽ ആർട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ബോട്ടിൽ ആർട്ടാണ്. അത് ചെയ്യാൻ പോണത് മുട്ടത്തോട് വെച്ചിട്ടാണ്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യമായിട്ട് കുറച്ച് മുട്ടത്തോട് വേണം. പിന്നെ കുറച്ച് അക്രിലിക് കളർ വേണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് റെഡ്, വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആണ്. നിങ്ങൾക്ക് വൈറ്റിൻ്റെ കൂടെ ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും എടുക്കാം. നമ്മൾ റെഡിൻ്റെ തന്നെ കുറച്ച് വെറൈറ്റി ഷെയ്ഡ്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ ബോട്ടിൽ ആർട്ട് എന്ന് പറയുമ്പോൾ ബോട്ടിൽ വേണമല്ലോ, അതുപോലെ തന്നെ കുറച്ച് ബ്രഷ് വേണം. ആൻഡ് അത് ഒട്ടിക്കാൻ വേണ്ടി ഞാൻ ഫെവിക്കോൾ എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഫാബ്രിക് ഗ്ലൂ എടുക്കാമല്ലോ, ഫെവിക്രിൽ. അപ്പോൾ ഏതായാലും ഒട്ടിക്കാൻ എടുക്കാം. അപ്പോൾ പിന്നെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ കളേഴ്സിൻ്റെ ഷെയ്ഡുകൾ ഉണ്ടാക്കിയെടുക്കാം. അതിന് 6 ഷെയ്ഡാണ് വേണ്ടത്. അപ്പോൾ റെഡ് പ്ലസ് വൈറ്റ് ആയിട്ടുള്ള 2 ഷെയ്ഡാണിത്. ഇത് കുറച്ച് അധികം റെഡ് എടുത്തത്, ഇത് വളരെ കുറച്ച് റെഡ് എടുത്തത്. ഇനി നമുക്ക് ഇതിൻ്റെ തന്നെ ബ്ലാക്കുമായിട്ടുള്ള 2 എണ്ണം ഉണ്ടാക്കാം. ഇപ്പോൾ ഇവിടെ 5 കളറുണ്ട്. അതായത് ഒരു ലൈറ്റ് പിങ്ക് കളറ്, പിന്നെ ഒരു ഡാർക്ക് പിങ്ക്, മെറൂൺ, പിന്നെ ഒരു ചെറിയ ബ്ലാക്ക്, അതിൻ്റെ കൂടെ റെഡ്, പിന്നെ നമ്മൾ വൈറ്റും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഈ കളേഴ്സ് എല്ലാം നമുക്ക് മുട്ടത്തോടിനകത്ത് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി ഇത് ഏകദേശം 2 മണിക്കൂർ ഉണക്കാൻ വെക്കാം. അപ്പോൾ ഇവിടെ 6 ഷെയ്ഡും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നും പൊടിച്ചെടുക്കാം. അതായത് ഇപ്പം നമുക്കിനി ഈ ഗ്ലൂ ഒന്ന് ഈ പാത്രത്തിനകത്തോട്ടൊന്ന് ഒഴിക്കാം. അപ്പോൾ മുട്ടത്തോടും കൊണ്ട് നമ്മൾ എന്ത് ചെയ്ത ബോട്ടിൽ ആർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 മണിക്കൂർ എടുത്ത് ഇത് സെറ്റാക്കാൻ. കാരണം ഈ മുട്ടത്തോട് അത്ര എളുപ്പത്തിൽ ഈ ബോട്ടിൽ പിടിക്കുന്നതല്ല. പിന്നെ ഇത് ഉണക്കാനൊക്കെ വെച്ചിരുന്നില്ലേ. ഇപ്പോൾ ഇതാ കണ്ടോ,
ചുറ്റിനും കണ്ടോ കറക്റ്റായിട്ട് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിച്ച് ഒട്ടിക്കണം. ഇതിൻ്റെ ഒരേ കളർ തന്നെ ഒരുമിച്ച് നിൽക്കാൻ പാടില്ല. പിന്നെ മുകളിലത്തെ പോർഷനിൽ ഞാൻ 2 കളർ പെയിൻ്റാണ് അടിച്ചിരിക്കുന്നത്. കാരണം ഈ മുട്ടത്തോട് വളരെ ചെറിയ പീസായിപ്പോയി അവസാനം വന്നപ്പോൾ അത് ഇങ്ങനെ പറക്കി ഒട്ടിക്കുന്ന അത്ര എളുപ്പമല്ല. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വെറൈറ്റി വീഡിയോയുമായി എത്തുന്നിടം വരെ ബൈ.